ആവശ്യത്തിൽ കൂടുതൽ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വിറ്റാമിൻ ഡിയെക്കുറിച്ച് കൂടുതൽ അറിയാം. നമുക്കറിയാവുന്നതുപോലെ കൊഴുപ്പിൽ അലിയുന്ന, ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു വൈറ്റമിനാണ് വിറ്റാമിൻ ഡി. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിലധികമായി നമ്മൾ സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയും അതുവഴി മലബന്ധം, ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക തുടങ്ങി കിഡ്നിയിൽ കല്ല്, ഹൃദയമിടിപ്പിൽ വരുന്ന വ്യത്യാസങ്ങൾ, പേശികളുടെ തളർച്ച, എല്ലിൻ്റെ വേദന തുടങ്ങി പല രീതിയിൽ കൺഫ്യൂഷൻസ് തുടങ്ങിയവ പല ലക്ഷണങ്ങളായി അത് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നു. ഇവയെ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി എന്ന് നമുക്ക് വിളിക്കാം. വൈറ്റമിൻ ഡിയുടെ മെയിനായിട്ടുള്ള ഉറവിടമാണ് സൂര്യപ്രകാശം. അതേപോലെ ഭക്ഷണം, പാല്, മീൻ, മുട്ട, കരൾ തുടങ്ങിയവ വൈറ്റമിൻ ഡിയുടെ നല്ലൊരു ഉറവിടമാണ്. ഇത് കൂടാതെ സപ്ലിമെൻറ്റുകളിൽ നിന്നും നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നതാണ്. ഇതിൽ ആദ്യത്തെ 2 എണ്ണം താരതമ്യേന ടോക്സിസിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും സപ്ലിമെൻറ്റുകൾ അധികമായി എടുത്താൽ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൃത്യമായ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. നമ്മുടെ എല്ലുകൾ, പല്ലുകൾ, മുടി എന്നിവയുടെ ബലത്തിനും ശരിയായ വളർച്ചയ്ക്കും അതുപോലെ പ്രതിരോധശേഷി നിലനിർത്തി ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടെ വരുന്നത് തടയാൻ, ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ, നമ്മുടെ ചിന്ത, മൂഡ്, അതുപോലെ ഡിപ്രഷൻ സാധ്യതകൾ കുറക്കാൻ, ഉറക്കത്തിൻ്റെ ഘടന നന്നായിട്ട് നടക്കാൻ, മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ തുടങ്ങി ഒരുപാട് ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങൾ വൈറ്റമിൻ ഡി കാരണം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി രക്തപരിശോധന നടത്തി വൈറ്റമിൻ്റെയും കാൽസ്യത്തിൻ്റെയും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം ക്രമീകരിക്കുകയും സൂര്യപ്രകാശം ആവശ്യത്തിന് കൊള്ളുകയും ചെയ്ത് ഒപ്പം എന്നിട്ടും വൈറ്റമിൻ ഡി ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെൻറ്റുകൾ എടുക്കാവുന്നതാണ്.